നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു അത്ഭുത വനിത ജീവിച്ചിരുന്നു. അവരുടെ പേര് റബിയ അൽ അദവിയ. പറയുന്നത് മനുഷ്യ ചരിത്രത്തിൽ തന്നെ ഇതുപോലൊരു വ്യക്തി വളരെ വളരെ അപൂർവമായിട്ടാണ് വരുന്നത് എന്നാണ്. ഭാരതത്തിലും ഇതുപോലെ അത്ഭുത സ്ത്രീ ജീവിച്ചിരുന്നു. അവരുടെ പേര് മീര. കൃഷ്ണഭക്തയാണ്, വളരെ പ്രശസ്തയാണ്. ഒരുപക്ഷെ നിങ്ങളും മീരയുടെ പേര് കേട്ട് കാണും. റബിയ അൽ അദവിയും ഇതുപോലൊരു അത്ഭുതമാണ്. ഒരു സൂഫി സന്യാസിനിയാണ്. ഈ സൂഫി സന്യാസിനിയുടെ ജീവിതത്തിൽ നിന്നുമുള്ളൊരു കഥയാണ് ഇന്നത്തെ വീഡിയോ. ഈ കഥ നടക്കുമ്പോൾ ഇവർക്ക് നല്ല പ്രായമുണ്ട്. ഇവർ ഒരു അമ്മൂമ്മയാണ്. രസകരമായൊരു കഥയാണ്. കഥ ഇങ്ങനെയാണ്. ഒരിക്കൽ ഈ സൂഫി അമ്മൂമ്മ തൻ്റെ വീടിൻ്റെ മുറ്റത്ത് എന്തോ തപ്പുകയാണ്, എന്തോ പരതുകയാണ്. ഒരു കൂട്ടം ചെറുപ്പക്കാർ ഈ കാഴ്ച കണ്ടു. നല്ല പ്രായമുള്ള സ്ത്രീ മുറ്റത്തെന്തോ അന്വേഷിക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് കഷ്ടം തോന്നി. അവർ ഈ അമ്മൂമ്മയെ സഹായിക്കാനായി വീട്ടിലേക്ക് ചെന്നു. എന്നോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ അന്വേഷിക്കുന്നത്? എന്തെങ്കിലും കാണാതെ പോയോ? അപ്പോൾ ഈ സൂഫി അമ്മൂമ്മ പറഞ്ഞു, ഞാൻ ഉപയോഗിക്കുന്ന സൂചി കാണാനില്ല, അത് വീണുപോയി, അത് തപ്പുകയാണ്. ചെറുപ്പക്കാരുടനെ സൂചി അന്വേഷിക്കാൻ തുടങ്ങി. എല്ലാവരും ഓരോരോ ഭാഗത്ത് പരതാൻ തുടങ്ങി. സ്വല്പനേരം കഴിഞ്ഞപ്പോൾ കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു, എവിടെയാണ് സൂചി വീണതെന്ന് ഓർമ്മയുണ്ടോ? അപ്പോൾ ഈ അമ്മൂമ്മ പറഞ്ഞു, നോക്കൂ, ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സഹായിക്കുക, അല്ലെങ്കിൽ പോവുക. ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ ആ കൂട്ടത്തിലെ മറ്റൊരു ചെറുപ്പക്കാരൻ ചോദിച്ചു, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്? സൂചി എവിടെ വീഴുമെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ തന്നെ അന്വേഷിക്കാം. നോക്കൂ, സമയം സന്ധ്യയാണ്. കുറച്ചും കൂടി കഴിഞ്ഞാൽ സൂര്യൻ അങ്ങ് പോവും. പിന്നെ ഇരുട്ടാണ്. പിന്നെ സൂചി അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അസാധ്യമാണ്. അതുകൊണ്ട് എവിടെയാണ് സൂചി വീണതെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ അന്വേഷിക്കാം. അപ്പോൾ ഈ സൂഫി അമ്മൂമ്മ പറഞ്ഞു, സൂചി വീണത് വീട്ടിനകത്താണ്, വീട്ടിനകത്തുള്ളൊരു മുറിയിൽ. ഉടനെ മറ്റൊരു ചെറുപ്പക്കാരൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? സൂചി വീടിനകത്താണ് വീണതെങ്കിൽ അവിടെയല്ലേ അന്വേഷിക്കേണ്ടത്? ഇവിടെ അന്വേഷിച്ചിട്ട് എന്ത് കിട്ടാനാണ്? സൂഫി അമ്മൂമ്മ പറഞ്ഞു, വീട്ടിനകത്ത് വെളിച്ചമില്ല, മുറ്റത്ത് നല്ല വെളിച്ചമുണ്ട്, അതുകൊണ്ട് ഇവിടെ അന്വേഷിച്ചു. ഓർക്കുക, നൂറ്റാണ്ടുകൾക്ക് മുൻപാണ് ഇത് നടക്കുന്നത്. ഇലക്ട്രിസിറ്റി ഒന്നും വന്നിട്ടില്ല. സൂഫി അമ്മൂമ്മ പറഞ്ഞത്, വീട്ടിനകത്ത് ഇരുട്ടാണ്, അതുകൊണ്ട് അവിടെ അന്വേഷിക്കാൻ പ്രയാസമാണ്. പുറത്ത് നല്ല വെളിച്ചമുണ്ട്, അതുകൊണ്ട് ഞാൻ മുറ്റത്ത് അന്വേഷിക്കുന്നു എന്നാണ്. ഉടനെ മറ്റൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? സൂചി വീണത് അകത്താണ്. മുറ്റത്ത് വെളിച്ചമുണ്ടെന്നത് സത്യമാണ്. പക്ഷേ ഇവിടെ അന്വേഷിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടാനാണ്? നമ്മൾ എത്ര നാൾ അന്വേഷിച്ചാലും ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഒരു വിളക്കെടുത്തുകൊണ്ട് അകത്തോട്ട് പോകും, നമുക്ക് അകത്ത് അന്വേഷിക്കാം. സൂചി കിടക്കുന്നത് എവിടെയോ അവിടെ അന്വേഷിച്ചിട്ടല്ലേ കാര്യമുള്ളൂ. സൂഫി അമ്മൂമ്മ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കൊള്ളാം, നിങ്ങൾക്കെല്ലാം നല്ല ബുദ്ധിയുണ്ട്. നിങ്ങൾ എന്താ ഈ ബുദ്ധി സ്വന്തം ജീവിതത്തിൽ ഉപയോഗിക്കാത്തത്? നിങ്ങൾ ദൈവത്തെ അന്വേഷിച്ച് ഓടുന്നത് ഞാൻ കാണുന്നതാണ്. ദൈവം ഒരാളുടെ ഉള്ളിലാണ്. അകത്തുള്ള ദൈവത്തെ പുറത്തന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ കിട്ടാനാണ്? നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും അന്വേഷിക്കാം, എത്ര വേണമെങ്കിലും കഷ്ടപ്പെടാം. പക്ഷെ നിങ്ങളൊരിക്കലും ദൈവത്തെ കാണാൻ പോകുന്നില്ല. കാരണം ദൈവം ഉള്ളിലാണ്. ഉള്ളിലോട്ട് നോക്കൂ, ബുദ്ധി ഉപയോഗിക്കൂ. അമ്മൂമ്മയുടെ മറുപടി കേട്ടപ്പോൾ ചെറുപ്പക്കാർക്കൊന്നും മിണ്ടാനുണ്ടായിരുന്നില്ല. അവർ നിശബ്ദരായിപ്പോയി. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഒന്ന്, പലപ്പോഴും സ്പിരിച്വലി ഒരുപാട് ഇവോൾവായ പല വ്യക്തികളുടെ സ്വഭാവവും പെരുമാറ്റവും പ്രവൃത്തികളും നമുക്ക് ഭ്രാന്താണെന്ന് തോന്നിയേക്കാം, മണ്ടത്തരമാണെന്ന് തോന്നിയേക്കാം, വട്ടാണെന്ന് തോന്നിയേക്കാം. പക്ഷേ മിക്കപ്പോഴും അതിന് പുറകിൽ വ്യക്തമായൊരു കാരണം കാണും, ഒരു ഉദ്ദേശം കാണും, പലപ്പോഴും ഒരു സന്ദേശം കാണും. രണ്ട്, സന്യാസിനി പറഞ്ഞ കാര്യം തന്നെയാണ്. ഈശ്വരൻ എന്നത് നമ്മുടെ ഉള്ളിലുള്ളതാണ്. എല്ലാവരുടെ ഉള്ളിലും ഈശ്വരനുണ്ട്. ഉള്ളിലോട്ടൊന്ന് നോക്കിയാൽ മതി. ഉള്ളിലുള്ള ഈശ്വരനെ നമ്മൾ പുറത്ത് എത്ര കഷ്ടപ്പെട്ട് അന്വേഷിച്ചാലും കണ്ടെത്താൻ സാധിക്കില്ല. എഫേർട്ട് എടുക്കാം, ഒരുപാട് പരിശ്രമിക്കാം, പക്ഷെ അത് വേസ്റ്റാണ്. ഒരു കാര്യം എവിടെയുണ്ടോ അവിടെ അന്വേഷിച്ചിട്ടല്ലേ കാര്യമുള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും
കമൻസിലുള്ളത് അറിയിക്കുക.